ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള ആധുനികതയിലേക്ക് എന്ന് പറയുന്ന കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളം ആധുനികതയിലേക്ക് നമ്മൾ കുറച്ച് പഠിച്ചായിരുന്നു. അതിൻ്റെ ബാലൻസാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, നമുക്ക് ബാക്കി പറയാം. കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നത് ആലപ്പുഴയായിരുന്നു കേട്ടോ. അപ്പോൾ കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ചോദിച്ചാൽ അത് ആലപ്പുഴ. അത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ തന്നെ എളുപ്പമാണ്. കാരണം ആലപ്പുഴയിലൊക്കെ ഒരുപാട് തേങ്ങയും തേങ്ങയൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ വെളിച്ചെണ്ണ കിട്ടും. കാരണം വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഉൽപ്പന്നം തേങ്ങ ഉണക്കിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ആയിരുന്നത് എവിടെയായിരുന്നു? ആലപ്പുഴ. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായതും ആലപ്പുഴയിലാണ്. അത് 1859 ഓക്കെ, അതും പഠിക്കാൻ പാടില്ല. കാരണം ഈ നമ്മുടെ തേങ്ങ പൊതിക്കുമ്പോൾ ഉള്ള ചകിരിയിൽ നിന്നാണ് കയർ നിർമ്മിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെ തന്നെയാണ്? ആലപ്പുഴയിൽ തന്നെയാണ്. അപ്പോൾ തെങ്ങുമായിട്ട് ബന്ധമുള്ള രണ്ട് കാര്യങ്ങളും ആലപ്പുഴയിലാണ്. വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രവും ആദ്യത്തെ കയർ ഫാക്ടറി വന്ന വർഷം പറയുന്നുണ്ട് 1859. 1859 ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി വന്നത്. വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നത് ആലപ്പുഴയാണ്. അടുത്തത്, കശുവണ്ടി ഫാക്ടറികളുടെ കേന്ദ്രമായി വളർന്നു വന്നത് ഏത് ജില്ലയാണെന്നറിയാമോ? കൊല്ലം ജില്ല. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ളത് കൊല്ലം ജില്ലയിലാണ്. ഓക്കെ. ബീഡി വ്യവസായത്തിൻ്റെ കേന്ദ്രമായി വളർന്നത് കണ്ണൂരാണ്. ബീഡി വ്യവസായത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? കണ്ണൂർ. അപ്പം ആദ്യം പറയാം, നമ്മൾ കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് 1859 ആലപ്പുഴയിലാണ്. അതുപോലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ആലപ്പുഴയാണ്. കശുവണ്ടി ഫാക്ടറികളുടെ കേന്ദ്രമായി വളർന്നു വന്നത് കൊല്ലമാണ്. ബീഡി വ്യവസായത്തിൻ്റെ കേന്ദ്രം കണ്ണൂരാണ്. അടുത്തത്, ഓട്ട് കമ്പനികൾ സ്ഥാപിതമായത് ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. ഓട്ട് കമ്പനികൾ, നമ്മുടെ ഓടുണ്ടല്ലോ, ഓട്, അപ്പോൾ അതിൻ്റെ കമ്പനികളുണ്ടല്ലോ, ഓട്ട് കമ്പനികൾ സ്ഥാപിതമായത് എവിടെയൊക്കെയാണ്? ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ, തൃശ്ശൂർ. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. തൃശ്ശൂർ എന്ന് പറയുന്നത്, ഈ ഒല്ലൂർ എന്ന് പറയുന്നത് പഴയ പേരാ തൃശ്ശൂരിൻ്റെ. ഒല്ലൂർ. ഓട്ട് കമ്പനികൾ സ്ഥാപിതമായത് എവിടേക്കാണ്? ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോട്. കൈത്തറി നിർമ്മാണശാലകൾ, അതായത് നമ്മുടെ തുണിയൊക്കെ ഇങ്ങനെ നെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, കൈത്തറി, അതിൻ്റെ നിർമ്മാണശാലകൾ ഏറ്റവും കൂടുതലുള്ള, അല്ലെങ്കിൽ എവിടെയാണ് ആദ്യമായിട്ട് ആരംഭിച്ചതെന്ന് വെച്ചാൽ കണ്ണൂരും കോഴിക്കോടുമാണ്. കണ്ണൂരും കോഴിക്കോട് കൈത്തറി നിർമ്മാണശാല. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട വ്യവസായശാലകൾ. അപ്പം നമുക്ക് നോക്കാം, ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട വ്യവസായശാലകൾ ഏതൊക്കെയാണ്? ഒന്ന്, പുനലൂർ പേപ്പർ മില്ല്. പുനലൂർ പേപ്പർ മില്ല് എവിടെയാണ്? കൊല്ലത്താണ് കേട്ടോ, കൊല്ലം. പുനലൂർ പേപ്പർ മില്ല്. കളമശ്ശേരിയിലെ ഫാക്ട്, എറണാകുളത്താണ് കളമശ്ശേരിയിലെ ഫാക്ട്. കുണ്ടറ സിറാമിക്സ്, അതും കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണിമില്ല് കൊച്ചി. ഇപ്പം എന്തൊക്കെയാണ്? പുനലൂർ പേപ്പർ മില്ല് അത് കൊല്ലത്താണ് സ്ഥാപിച്ചേക്കുന്നത്. കളമശ്ശേരിയിലെ ഫാക്ട് എവിടെയാണ്? എറണാകുളത്താണ് കളമശ്ശേരിയിലെ ഫാക്ട്. കുണ്ടറ സിറാമിക്സ്, കുണ്ടറ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ കുണ്ടറ സിറാമിക്സ് കൊല്ലം. കുണ്ടറ വിളംബരമൊക്കെ കേട്ടിട്ടില്ലേ, വേലുത്തമ്പി ദളവയുടെ? ഓക്കെ. റബ്ബർ വർക്ക്സ് അതെവിടെയാണ്? തിരുവനന്തപുരത്താണ് റബ്ബർ വർക്ക്സ്. ടാറ്റ ഓയിൽസ് കൊച്ചി. അളഗപ്പ തുണിമില്ല് കൊച്ചി. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അതല്ലേ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാ? അത് നെടുങ്ങാടി ബാങ്കാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അത് ആഞ്ചലോസ്
ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം മലയാളത്തിൽ തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. അടുത്തത് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം അതേതാ? സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് കേട്ടോ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ഇതിൻ്റെ എല്ലാം പേര് മാറല്ല. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. ഒന്നും കൂടെ അത് പറയാം. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം അതേതാ? സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. മലയാള ഭാഷയിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരവും പശ്ചിമോദയവും തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അദ്ദേഹം തന്നെയാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടർട്ടാണ്. പശ്ചിമോദയവും രാജ്യസമാചാരവും തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയതും ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇനി മിഷനറി സംഘവും പ്രവർത്തന മേഖലയും. ലണ്ടൻ മിഷനറി സൊസൈറ്റി LMS. ലണ്ടൻ മിഷനറി സൊസൈറ്റി എവിടെയാണ്? തിരുവിതാംകൂറാണ് അതിൻ്റെ പ്രവർത്തന മേഖല. അപ്പം കുറേ മിഷനറി സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെയായിരുന്നു LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി, CMS ചർച്ച് മിഷൻ സൊസൈറ്റി, BEM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പം ഇത് LMS എന്ന് പറയുന്ന അതായത് ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാണ്? തിരുവിതാംകൂറിൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഘമായിരുന്നു, മിഷനറി സംഘമായിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി CMS എവിടെയാണ്? കൊച്ചി, തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്? മലബാറിൽ. തിരുവിതാംകൂറിൽ LMS ഉണ്ട്, CMS ഉണ്ട്. CMS കൊച്ചിയിലും ഉണ്ട്. ഓക്കെ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് റാണി ഗൗരി പാർവതി ഫായ് ആണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. ആരാണ്? റാണി ഗൗരി പാർവതി ഫായ് ആണ് അന്ന് തിരുവിതാംകൂർ ഭരിക്കുന്നത്. അപ്പോൾ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതി ഫായ്. വിദ്യാഭ്യാസം സൗജന്യമാക്കി. ആരാണ്? റാണി ഗൗരി പാർവതി ഫായ്. വർഷം ചോദിച്ചാൽ 1817. അടുത്തത് വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ് കേട്ടോ. വസൂരി എന്ന് പറയുന്ന രോഗമുണ്ട്. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് കൊറോണ വന്നപ്പം കുത്തിവയ്പ് എടുത്തില്ലേ? അതേ കണക്ക് വസൂരി വരാതിരിക്കാനുള്ള ഒരു കുത്തിവയ്പ്പുണ്ട്. അത് ആദ്യമായി നടത്തിയത് എവിടെയാണ്? മലബാറിലാണ് കേട്ടോ. മലബാർ. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കാൻ കാരണമായത് മക്കത്തായ സമ്പ്രദായം. അപ്പം മക്കത്തായവും മരുമക്കത്തായവും ഒക്കെ ഉണ്ടായിരുന്നു. മരുമക്കത്തായം എന്ന് വെച്ചാൽ അത് മക്കൾക്കല്ല അവകാശം. ഇപ്പോൾ ഒരു രാജാവുണ്ടെങ്കിൽ ആ രാജാവിൻ്റെ സഹോദരിയുടെ മക്കൾക്കോ
അതാണ്, അങ്ങനെ ഒരു ഇതാണ്. അപ്പം അമ്മാവൻ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലുള്ളവർ കൊടുക്കും. അങ്ങനെയാണ് മരുമക്കത്തായം. മക്കത്തായം എന്ന് വെച്ചാൽ ഒരച്ഛൻ്റെ സ്വത്ത് അവരുടെ സ്വന്തം മക്കൾക്ക് തന്നെ കൊടുക്കുന്നതാണ് മക്കത്തായം. അപ്പം ഈ മക്കത്തായം എന്ന് പറയുന്നത് എന്തോ ചെയ്തു, തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കാൻ കാരണമായത് മക്കത്തായ സമ്പ്രദായമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത്, മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണ്ണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഇപ്രകാരം പറഞ്ഞത് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞതും സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. ഇതിൻ്റെ കൂടുതൽ അദ്ദേഹത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് ആരാ? അത് സ്വാമി വിവേകാനന്ദൻ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നോക്കാം. വൈകുണ്ഠസ്വാമികൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുവാണെങ്കിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ, അത് അണുകുടുംബം കൂട്ടുകുടുംബം, അങ്ങനെ കുടുംബം രണ്ട് രീതിയിലല്ലേ, അത് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയില്ലേ, അതുപോലെ തന്നെ സംബന്ധം, ഈ വിവാഹം, മരുമക്കത്തായം എന്ന് വെച്ചാൽ ഞാൻ മുൻപേ പറഞ്ഞില്ലേ അത് തന്നെ, എന്നിവയ്ക്കെതിരെ പോരാടി. അപ്പോൾ ഇവയ്ക്കെതിരെയൊക്കെ പോരാടിയതാരാ? ചട്ടമ്പി സ്വാമികൾ. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. വൈകുണ്ഠസ്വാമിയുടെ സമത്വ സമാജം. അടുത്തത് ശ്രീനാരായണ ഗുരു, നമുക്കെല്ലാം അറിയാം, SNDP, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അടുത്തത് അയ്യങ്കാളി, സാധുജന പരിപാലന സംഘം. അപ്പോൾ അയ്യങ്കാളിയുടെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്തോ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വാഗ്ഭടാനന്ദൻ്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. സഹോദരൻ അയ്യപ്പൻ്റെയാണ് സഹോദര പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പൻ്റെയാണ് സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ്റെയാണ് അരയ സമാജം. പണ്ഡിറ്റ് KP കറുപ്പൻ്റെയാണ് അരയ സമാജം. മന്നത്ത് പത്മനാഭൻ്റെയാണ് നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭൻ്റെയാണ് നായർ സർവീസ് സൊസൈറ്റി, NSS. VT ഭട്ടതിരിപ്പാടിൻ്റെയാണ് യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാടിൻ്റെയാണ് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ, അതായത് പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടും. കുമാരഗുരുദേവൻ്റെയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാണ്? അത് കുമാരഗുരുദേവൻ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറയാം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഓക്കെ, അത് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം ആ കോളം. അടുത്തത്, മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള.
1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. എന്താണ് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? അത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് എന്ന 1888 അതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ് കേട്ടോ. അരുവിപ്പുറം ക്ഷേത്രത്തിന് മുമ്പിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് എഴുതി വച്ചിരിക്കുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചതും ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരു ആണ്. അത് ആലുവ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പറയുന്നത്. ആഴമേറും നിൻ മാസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന കൃതിയിലെ കുറച്ച് വരിയാണ് കേട്ടോ. ദൈവദശകം ആരുടെയാ? ശ്രീനാരായണ ഗുരു. അടുത്തത് അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്ത് ലവനീലാദി മമായൊരു ഉന്മാദരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവന് അപരൻ സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതിയിലാണ് അവനിവൻ എന്നറിയുന്നതോർക്കെ ഓർത്താൽ അവനിലാദി മാമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവൻ അപരനു സുഖത്തിനായി വരേണം കേട്ടോ എന്നാണ് പറയുന്നത്. അത് ആത്മോപദേശ ശതകം എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഉള്ള വരികളാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാ? T.K. മാധവനാണ്. T.K. മാധവൻ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് T.K. മാധവൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാ? K. കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് വെച്ചാൽ അത് A.K. ഗോപാലൻ. ഓക്കെ, നമുക്ക് അത്രയും ഒന്നുകൂടെ പറയാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് T.K. മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ A.K. ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റ നേതാവാണ് P. കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നടക്കുന്ന സമയത്ത് ക്രൂരമായ മർദ്ദനമേറ്റത് ആർക്കാണ്? P. കൃഷ്ണപിള്ളയ്ക്കാണ് കേട്ടോ. P. കൃഷ്ണപിള്ള. തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. അപ്പോൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന എന്നാണ് 1936 നവംബർ 12. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാടാണ് കേട്ടോ. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിൽ 1916.
മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആനി ബസന്റ്. അപ്പോൾ 16 എവിടെ വെച്ച് നടന്ന? പാലക്കാട്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാട്. അന്ന് അധ്യക്ഷ ആനി ബസന്റ് ആയിരുന്നു. അടുത്തത് അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 അത് മഞ്ചേരിയിലാണ്. മഞ്ചേരി അവസാനത്തെ. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട് എത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട് എത്തിയിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് 1920. ആരൊക്കെയാണ് വന്നത് കോഴിക്കോട്? ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും. 1920 ഗാന്ധിജിയുടെ കൂടെ ആരും എന്തായിരുന്നു? ഷൗക്കത്ത് അലി. എന്തിനാ വന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇനി അടുത്തത് മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആരായിരുന്നു എന്ന് വെച്ചാൽ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. മലബാറിലെ ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മാറിപ്പോലും പ്രസിഡൻ്റാണ്. അത് ആരാന്ന് വെച്ചാൽ അതാരാ? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേട്ടോ. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ അത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. മറ്റേത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഇത് സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഇത് തിരിച്ച് എക്സാമിന് ചിലപ്പോൾ ശരി തെറ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റേതെന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം പ്രസിഡൻ്റാണ് കട്ടിലശ്ശേരി. പ്രസിഡന്റ് കട്ടിലിൽ കിടന്നെന്നാണ് ഓർത്ത് വെച്ചേക്കുന്നത്. മലബാറിലെ പ്രസിഡന്റ്, ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് കട്ടിലിൽ കിടന്നെന്നോ? പ്രസിഡന്റ് കട്ടിലേ കിടന്നു. അപ്പോൾ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഇവിടുത്തെ സെക്രട്ടറി മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കമ്മിറ്റിയുടെ സെക്രട്ടറി അത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങൾ അറിയപ്പെടുന്നത് മലബാർ കലാപം എന്നാണ്. എന്താണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരമാണ് മലബാർ കലാപം. വർഷം 1921. 1921 മലബാർ കലാപം നടക്കുന്നത്. ഓക്കെ. അടുത്തത് നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത്. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയതാരാ? അത് കെ കേളപ്പൻ. നിയമലംഘന പ്രസ്ഥാനത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയതോ? അത് മുഹമ്മദ് അബ്ദുറഹിമാനാണ്. പിന്നെ പയ്യന്നൂരാണെങ്കിൽ അത് കെ കേളപ്പനും, അത് കോഴിക്കോടാണെങ്കിൽ മുഹമ്മദ് അബ്ദുറഹിമാനുമാണ് നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവർ. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറിയത് 1934. അപ്പം നമ്മുടെ ഗാന്ധിജി ഈ നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു. അപ്പം അത് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് കുറച്ച് പേര് മാറി. ആ വർഷമാണ് 1934. പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറി. അത് മാറിയത് 1939. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലയിൽ വന്ന വർഷമാണ് 1939. ഓക്കെ. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നവരാണ് EMSഉം AK ഗോപാലൻ, P കൃഷ്ണപിള്ളയൊക്കെ. ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഫറോക്ക് പാലം തകർക്കുക എന്ന ഒരു ഗൂഢാലോചന നടന്ന് അങ്ങനെ 27 പേരെ പ്രതി ചേർത്തിട്ട് കേസ് ഫയൽ ചെയ്തു. ആ സംഭവം അറിയപ്പെടുന്നത് കീഴരിയൂർ ബോംബ് കേസ് എന്നാണ്. കീഴരിയൂർ ബോംബ് കേസ്. കെ ബി മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവർ ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ കീഴരിയൂർ ബോംബ് കേസാണ്.
കെ.ബി. മേനോൻ കുഞ്ഞിരാമക്കിടാവ്. കെ.ബി. മേനോൻ കുഞ്ഞിരാമക്കിടാവ്. ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ. 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപം എന്ന 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു സംഭവമുണ്ട്, അതാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം എന്താണ്? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇതിനെ തുടർന്നാണ് പൂക്കോട്ടൂർ യുദ്ധം നടക്കുന്നത്. ഓക്കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി, എപ്പോഴും എക്സാം ചോദിക്കും, ചേറ്റൂർ ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ INC പ്രസിഡൻ്റായ വർഷം ചോദിക്കാറുണ്ട്. 1897 അമരാവതി സമ്മേളനത്തിലാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് പ്രസിഡൻ്റായത് INCയുടെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം രാജിവെച്ചത് സി ശങ്കരൻ നായരാണ് കേട്ടോ. സി ശങ്കരൻ നായരാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പോൾ എന്താ ചോദിച്ചാൽ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും അംഗത്വം രാജിവെച്ചത് ആരാ? സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നാണ് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നിട്ട് രാജിവെച്ചു പോരുന്നത്. സി ശങ്കരൻ നായരാണത്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതും സി ശങ്കരൻ നായരാണ്. അത് ഫേമസ് ആണ് കേട്ടോ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച ആരാണെന്ന് മിക്കവാറും ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായരെയാണ്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി അത് ഹിച്ച്കോക്കാണ്. മലബാർ കലാപം 1921. ആ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ഏതാ? ഹിച്ച്കോക്കാണ്. ഹിച്ച്കോക്ക്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം ഏതാ? മലയാളി മെമ്മോറിയൽ. എന്താണ്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാധാന്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന വർഷം ചോദിച്ചാൽ 1891 മലയാളി മെമ്മോറിയൽ. ഓക്കെ. അടുത്തത് 1896 ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഡോക്ടർ പൽപ്പ്. 1896 ഈഴവ മെമ്മോറിയൽ അതിൻ്റെ ഇത് സമർപ്പിച്ചതാരാ? ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ നാട് കടത്തിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർക്ക് 1932 നടത്തിയ ഒരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഇതാണ് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ, ആരൊക്കെയുണ്ട്? ക്രിസ്ത്യനുണ്ട്, മുസ്ലിമുണ്ട്, ഈഴവരുണ്ട്. സമുദായക്കാർ 1932 നടത്തിയ ഒരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് NB ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. ആരൊക്കെയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്? NB ജോസഫ്, ഒന്ന് NB ജോസഫ്, പിന്നെ PK കുഞ്ഞ്.
പിന്നെ സി കേശവൻ. ഒന്നുകൂടെ പറയാം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. മറന്നുപോയല്ലോ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്നത് 1938. 1939 എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു 1939. 1938 എന്തുവാ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കേട്ടോ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നോ എന്നറിയാമോ? അത് പട്ടം താണുപിള്ളയായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ള. ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ പരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം ആരാണ്? ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ 1946 നടന്ന ഒരു സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്നതെന്ന് 1946. ആർക്കെതിരെയാണ്? ദിവാൻ സി പി രാമസ്വാമിക്കെതിരെയാണ്. പുന്നപ്ര വയലാർ സമരം 46, സർ സി പി രാമസ്വാമി. അതൊക്കെ ഓർത്ത് വയ്ക്കണം. തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടയ്ക്കലിലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യസമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിൻ്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. ഇപ്രകാരം പറഞ്ഞത് സി കേശവൻ. ഇച്ചിരി വലിയ ഡയലോഗല്ലേ, അപ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കണം. ദിവാനായ ഷൺമുഖൻ ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. കേട്ടിട്ടില്ലേ? ഇലക്ട്രിസിറ്റി സമരം. ഷൺമുഖൻ ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു. അതിനെതിരെയാണ്. അവിടുത്തെ ദിവാനായിട്ടുള്ള ഷൺമുഖം ചെട്ടി വൈദ്യുതിയുടെ വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്നതാണ് ഇലക്ട്രിസിറ്റി സമരം. ഇലക്ട്രിസിറ്റി സമരം 1936. ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് 1936. അന്നേരം തന്നെയാണ് ഇലക്ട്രിസിറ്റി സമരം. അപ്പോൾ ക്ഷേത്രത്തിൽ ഇലക്ട്രിസിറ്റി വേണമെന്ന് ഓർമ്മിച്ച് വെച്ച്. അപ്പം 1936 രണ്ടും. കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകൃതമായത് 1941. കൊച്ചി പ്രജാമണ്ഡലം 1941. 1941 പ്രത്യേകത കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകൃതമായി. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. പാരയ്ക്ക് കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ അത് എസ് നീലകണ്ഠ അയ്യരും വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇക്കണ്ട വാര്യരും പനമ്പള്ളി ഗോവിന്ദമേനോനും കെ അയ്യപ്പനുമാണ്. കൊച്ചി മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഈ ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോ, കെ അയ്യപ്പൻ. ഓക്കെ. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം നടന്നത് 1931. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം നടന്നത് 1931. കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് എവിടെയാണ്? വടകര സമ്മേളനമാണ് 1931. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന്
നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാരാ? AV കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കാമ്മ ചെറിയാൻ ആനി മസ്ക്രി. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കാമ്മ ചെറിയാൻ ആനി മസ്ക്രി. ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരി നൽകിയ അത് ആരാണെന്ന് വെച്ചാൽ അത് കൗമുദി ടീച്ചറാണ് കേട്ടോ. ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ആഭരണങ്ങൾ ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാ? അത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. 21 ഒറ്റപ്പാലത്ത് വെച്ച്. ഏപ്രിൽ 23 മുതൽ 26 വരെ ആയിരുന്നു. 1921 വർഷം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി പ്രകാശമാണ്. ആന്ധ്രാകേസരി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ടി പ്രകാശമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരാണ്? കെ കേളപ്പൻ. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷനാണ് കെ കേളപ്പൻ. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുകൊച്ചി നിലവിൽ വന്നത് 1949 ജൂലൈ 1. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുകൊച്ചി നിലവിൽ വന്നത് 1949 ജൂലൈ 1. എല്ലാം കൂടെ കൊള്ളാവരുത്, കുറേ വർഷങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് വെച്ചാൽ അത് കെ കേളപ്പനാണ്. ഐക്യ കേരള കൺവെൻഷൻ തൃശ്ശൂരിൽ നടന്നു. വർഷം 1947. കെ കേളപ്പൻ അധ്യക്ഷൻ. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുകൊച്ചി നിലവിൽ വന്നത് 1949 ജൂലൈ 1. 1949 ജൂലൈ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാട്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS സൂചിപ്പിച്ച ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1 തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന്, മദിരാശി എന്ന് പറയുന്നത് തമിഴ്നാട് അല്ലേ, സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള. ഏതൊക്കെ താലൂക്കുകളാണ്? തോവാള. തോവാള, അഗസ്തീശ്വരം,
കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഇപ്പോൾ നമുക്കിത് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഈ അഗസ്തീശ്വരത്തിന് അഗസ്ത്യ ചീരയുണ്ടല്ലോ, അത് വിളവൻകോടുന്ന ആദ്യം നല്ല വിളവെടുപ്പ്, അഗസ്ത്യ ചീരയുടെ വിളവെടുപ്പ് നടന്നു. ആ ചീര വിളവെടുക്കുന്നിടത്ത് കുളമുണ്ട്, കൽക്കുളം. അത് വാള് വെച്ചിട്ടാണ് തോളിലോട്ട് വെട്ടിവെക്കാൻ, ഒരു വാള് വെച്ച് വെട്ടിയിട്ടാണ് തോളിൽ കയറ്റുന്നത്. അപ്പം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കാൻ നോക്കാം. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്? കാസർഗോഡും ഹോസ്ദുർഗുമാണ്. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്? ഒന്ന് നമ്മുടെ കാസർഗോഡും പിന്നെ ഹോസ്ദുർഗും. ഹോസ്ദുർഗ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. തീർന്നു. ഇത് വീണ്ടും നിങ്ങളിത് റിപ്പീറ്റായിട്ട് കേട്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചോ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു വട്ടം ഒന്ന് കേട്ടിട്ട് പിന്നെ അത് അങ്ങ് അടച്ചു വെച്ചാൽ മറന്നു പോകും പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും റിപ്പീറ്റായിട്ട് അത് പഠിക്കണം. പഠിച്ചിട്ട് എക്സാമിന് പോകണം. ഓക്കെ, അപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.